പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ട് കള്ളന്മാരുടെ മധ്യേ അതിക്രമക്കാരോട് കൂടി അവനെ എണ്ണപ്പെട്ടു എന്നുള്ള തിരുവെഴുത്ത് പ്രകാരം രണ്ട് കള്ളന്മാരെ പോലെ, ആ കള്ളന്മാരുടെ ഒരു കള്ളനെ പോലെ അവനെ ക്രൂശിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഈ വിഷയത്തിൽ അവരോട് ക്ഷമിക്കണം. എന്ത്? ഒരു കള്ളനെ പോലെ ഇവരെന്നെ എണ്ണി, ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച നിർമ്മലനായിരിക്കുന്ന പാപമില്ലാത്ത ദൈവപുത്രനായിരിക്കുന്ന എന്നെ, നിന്റെ ഓമന കുമാരനായിരിക്കുന്ന എന്നെ ഒരു കള്ളന്മാരെ പോലെ ദുഷ്പ്രവൃത്തിക്കാരുടെ ഈ ലോകം എണ്ണി. കർത്താവേ, അവരറിയുന്നില്ല അവരെന്താണ് ചെയ്യുന്നത്, ഈ വിഷയത്തിൽ നീ ഇവരോട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവൻ അതിക്രമക്കാരോട് കൂടെ നമ്മൾ ഒരുവനെ പോലെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച പരിശുദ്ധനായിരിക്കുന്ന ക്രിസ്തുവിനെ ഒരു കള്ളൻ എന്നുകൊണ്ട് എണ്ണി ആ കള്ളന്മാരുടെ കൂടെ അവനെ ക്രൂശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരെന്താണ്, അവർ അംഗീകരിച്ച ഒരു കാര്യമുണ്ട്, യഹൂദന്മാർ അംഗീകരിച്ച കാര്യമുണ്ട്, ഒരു കള്ളനേക്കാളും ഒട്ടും നല്ലവനല്ല ആരാണ്? ഈ ക്രിസ്തു. ഈ ക്രിസ്തു അല്ല യേശു. അവർ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കലും യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിച്ചില്ല. ആ യേശുവിനെ അവരെന്താണ് ഒരു കള്ളനെ പോലെ നമ്മൾ ഒരുവനെ പോലെ ആക്കി തീർത്തു. അതായത് ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന ഒരു പാപമാണ് യഹൂദന്മാർ ചെയ്തത്. എന്നാൽ യേശു ക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിക്കണമെന്ന ന്യായപ്രമാണ പുസ്തകത്തിലെ നിയമത്തിനകത്തുകൊണ്ട് അവൻ ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യരുള്ള ശത്രുത്വം നീങ്ങിപ്പോവുകയും ഏത് പാപിക്കും സ്വർഗത്തിലേക്ക് സൗജന്യമായിട്ട് പ്രവേശിപ്പാൻ യാഗങ്ങളോ ബലികളോ കർമാചാരങ്ങളോ വഴിപാടുകളോ തീർത്ഥാടനങ്ങളോ പദയാത്രകളോ നോയമ്പുകളോ പെരുന്നാളുകളോ തിരുനാളുകളോ പുരോഹിതന്മാരുടെ കള്ള ഉപദേശങ്ങളോ ആചാരങ്ങളോ ഒന്നുമില്ലാതെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന ഏവർക്കും സൗജന്യമായിട്ട് ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഇതാ തടസ്സമായിട്ട് തിരശ്ശീല ശത്രുത്വം ദൈവം കീറിക്കളഞ്ഞിട്ട് ഏത് പാപിക്കും യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിലേക്ക് ചെല്ലുവാന് ജീവന്റെ പുതുവഴി പുതിയ നിയമം ആരംഭിച്ചിരിക്കുക.